ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അതായത് മാർച്ച് 5-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അതായത് നമ്മുടെ കുറ്റാട്ടൂർക്കാവിലെ ഏറ്റവും വലിയ ഉത്സവമായ താലപ്പൊലി മഹോത്സവമാണ് കേട്ടോ. നമ്മൾ അരി കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ദേശവാസികളുടെ കലശം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഉച്ചയോളം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതിനായിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാനാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഞാനും യശോദ ഉലമി ധനുഷും കൂടിയാണ് പോയിട്ടുള്ളത്. അമ്മ വന്നിട്ടുണ്ടായില്ല, അച്ഛനും അമ്മയൊന്നും വന്നിട്ടുണ്ടായില്ല. കാരണം അവരൊക്കെ നല്ല തിരക്കായിരുന്നു. അതായത് ഇന്ന് ഒരുപാട് ആൾക്കാർ വീട്ടിൽ വരില്ല, നമ്മൾ കാവിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കണം, അതിൻ്റെ പണിയിലാണ്. അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരാണ്. നമ്മുടെ ചേച്ചിമാരൊക്കെ കൂടിയായിട്ട് ചക്ക നല്ല നീറ്റാക്കി വെക്കുവാണ്. ഉച്ച ഭക്ഷണം ഉണ്ടല്ലോ ഈ കലശത്തിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. കുറുവോട്ട് അമ്പലം എന്നാണ് നമ്മൾ പറയാറ്. ഇത് അരിയാലിൻ്റെ അടുത്തേ കലശം എന്നാണ് പറയാറ്. ഈ ഒരു കലശം വീട്ടിൽ എഴുന്നള്ളിച്ച് വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. 2-3 കൊല്ലങ്ങളായി ഇവർ എഴുന്നള്ളിച്ച് പോവാറില്ല. സമയത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അങ്ങനെ. നമ്മുടെ വീട്ടിൽ എഴുന്നള്ളിച്ചിട്ട് കലശം വരുന്നത് കോർലാട് ഭാഗത്തുള്ള കലശമാണ്. അത് നമുക്കിപ്പോൾ കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ കോർലാട് ദേശവാസികളുടെ കലശം ഇപ്പോൾ വരും. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വിളക്കൊക്കെ കത്തിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അരി തളികയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധനുഷ് ബേബി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അങ്ങനെ ചെണ്ട മുട്ടുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമ്മളെ വീട്ടിലെത്താറായിരുന്നു. അമ്മ ഇതാ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വിളക്ക് കത്തിക്കും. കാരണം എല്ലാവരും കൂടെ പെട്ടെന്ന് വരുമ്പം ഒരു വെപ്രാളമായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെ വിളക്ക് കത്തിച്ച് നമ്മൾ റെഡിയായി നിൽക്കും കേട്ടോ. ധനുഷ് ബേബി ഞാനും വീട്ടിൽ തന്നെ ഉണ്ട്, ക്യാമറയൊക്കെ പിടിച്ചിട്ട്. ഇപ്പോൾ കോർലാട് ദേശവാസികളുടെ കലശം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയത് അരിയാലിൻ്റെ അടുത്തെ കലശക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കലശം കഞ്ഞി എന്നാണ് ഈ കഞ്ഞിക്ക് പറയാറുള്ളത്. നമ്മൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഒരു കുട്ടി നല്ല അടിപൊളിയായിട്ട് ചെണ്ട കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കലശം ഇതാണ്. ഈ ഒരു കളറിലാണ് വരുന്നത്. യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ചെയ്തേക്കുന്നത്. ഈ കലശം നേരെ കാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ ഇവിടുന്ന് കുടിച്ചതിന് ശേഷം നമ്മളിതാ കുറച്ച് വീട്ടിൽ കഞ്ഞി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കയും അതുപോലെ തന്നെ ചമ്മന്തി അങ്ങനത്തെ കറികളെല്ലാം ആയിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ധനുഷ് ബേബി ആ ടിപ്പ് എൻ്റെ കയ്യിൽ തരുന്നുണ്ടായിട്ടില്ല. അവനെന്നെ പിടിച്ച് നടക്കണം എന്നുണ്ട്. ഇത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ പരിപാടി തന്നെയായിരിക്കും, ചെണ്ടമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിലിതാ കഞ്ഞി കൊടുത്തപ്പോൾ അമ്മ അച്ഛനൊക്കെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉള്ളി അരിയിൽ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ഇത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്കിനി ഞാനും ഹസ്ബൻഡും ധനുഷും കൂടിയിട്ട് അനിയത്തിനെ കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക്. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡും അമ്മയും അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പണിയൊക്കെ സെറ്റാക്കാനുള്ള ഇതാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ധനുഷും കൂടി ഇതാ അനിയത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കുറേ ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അവളെയും കൂട്ടിയിട്ട് ഇതാ തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പല ദേശവാസികളുടെ കലശവും ഉണ്ടാവും എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള കലശം എന്നാണ്
ഇവിടെ പറയാം. ഇവിടുത്തെ കലശത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര പരിപാടിയായിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നല്ല അടിപൊളി പരിപാടി ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി കലശമാണ്, ആഡംബര കലശമാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ടത് പൂക്കലശമാണ് കേട്ടോ. ഇത് നമ്മൾ കാവിലേക്ക് നേരെ പോവുക. ഇത് വീടുകളിലൊന്നും എഴുന്നള്ളിച്ച് വരില്ല. അപ്പോൾ ഇത് ഭഗവതീൻ്റെ കലശമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റായിട്ടാണ് അതവർ ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കലശങ്ങളൊക്കെ കാവിലേക്കാണ് ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ പോവുക. ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം നടക്കാൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ വളരെ സ്ലോ ആയിട്ടാണ് പോവുക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ പോയി നിന്നതാണ് കേട്ടോ. ഇത് പോകുന്ന കാണാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചപാട് നമ്മൾ കാവിലേക്ക് പോകും എല്ലാവരും കൂടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ നോക്കിയാൽ ഒരുപാട് ലെങ്തി ആയിരിക്കും. കാവിലാണെങ്കിൽ ഇഷ്ടം പോലെ കലശമുണ്ടോ, നല്ല അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും തന്നെ ആ വീഡിയോ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്, കാരണം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ശേഷം സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.